ഹലോ കേട്ടല്ല തീപ്പന്തലിലേക്ക് സ്വാഗതം. കേട്ടല്ല നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 താരങ്ങൾ നമ്മുടെ സിജോ, പിന്നെ റോക്കി, അങ്ങനെ കുറെ പേരുണ്ട്. കേട്ടല്ല ഇപ്പൊ റോക്കി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സോറി പറഞ്ഞു. കിരീട സത്യം പറഞ്ഞില്ല, ആ സോറി എന്താണെന്ന് എനിക്കും അറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പൊ ഞാൻ സിജോന്റെ വീഡിയോ കണ്ടതില്ല, നമുക്ക് യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ സിജോന്റെ ഒരു വീഡിയോ എന്താ ആ സോറി അങ്ങോട്ട് മടക്കി കയ്യിൽ വെച്ചേക്ക് മോനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോക്കിയോട് പറയുന്നത് മനസ്സിലായില്ലേ. അപ്പൊ ഏത് സോറി ആണെന്നുള്ളത് എനിക്ക് അറിയില്ല. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ, ആ സോറിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്ത് സോറിയാന്ന് അറിയില്ല. പക്ഷെ സിജോന്റെ വീഡിയോ ഞാൻ കണ്ടു. സിജോന്റെ വീഡിയോ കണ്ടപ്പോൾ സിജോ ഫുള്ള് ഊക്കാണ്. നമ്മുടെ റോക്കിന് ഫുള്ള് ഊക്ക് പറഞ്ഞാൽ ഊക്ക് പറഞ്ഞാൽ ഒടുക്കത്ത് ഊക്ക്. പക്ഷെ എനിക്ക് സിജോ സംസാരിക്കാൻ കേൾക്കുമ്പോഴേ കേട്ടില്ല, നമ്മുടെ ന്യൂസ് വായിക്കില്ലേ, നമ്മുടെ പണ്ട് ഈ മുൻഷിയിലൊക്കെ അല്ലെ, ന്യൂസ് ചാനലിലൂടെ ഒരു മുൻഷി പ്രോഗ്രാം ഇല്ലേ, അതുപോലെ എനിക്ക് തോന്നിയില്ല. സത്യം പറയുമല്ലോ എന്ന് ചോദിച്ചാൽ അതുപോലെയാണ് ഒരു ഫ്ലോയിൽ അങ്ങ് വായിച്ചു പോവുക. ഞാനത് വീഡിയോ പ്ലേ ചെയ്യില്ല. എന്നിട്ട് ഞാൻ ബാക്കി പറയട്ടെ. എന്താ വെച്ച് കഴിഞ്ഞാൽ റോക്കി ചെയ്യണത് മൊത്തം മണ്ടത്തരങ്ങളാണെന്ന് സിജോ പറഞ്ഞു. എന്താ വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇറക്കറ ഉദ്ദേശിക്കില്ല. നമ്മുടെ റോക്കി ഫുള്ള് മാസൊക്കെ കാണിച്ച് മനസ്സിലായി. ഇപ്പോൾ ലുലു മാളാണെങ്കിൽ ലുലുമാളെ ഓരോ മാളുകളിലൊക്കെ ഓരോ കുറച്ച് ബൗൺസേഴ്സിനൊക്കെ വെച്ചിട്ട് നടന്നു വരിക, അങ്ങോട്ട് കൈ കാണിക്കുക. സംഭവം അവിടെ ആരും ഇല്ല, ഒക്കെ പൈസ കൊടുത്ത് ചെയ്യാണെന്ന് അറിയില്ല. സത്യം പറയല്ലോ, അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മാല ആൾക്കാർ മറ്റേവർക്കൊക്കെ ഇനിയിപ്പോൾ അവർക്ക് ബിരിയാണി മേടിച്ചു കൊടുക്കുന്നതാണെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ മൊത്തം അപ്പൊ സിജോ ഫുള്ള് ഊക്കലാണ്. ഞാൻ വീഡിയോ പ്ലേ ചെയ്യലുണ്ടെന്ന് ഞാൻ ബാക്കി പറയാം. റോക്കിയുടെ സോറിയെ പറ്റി സിജോയുടെ അഭിപ്രായം എന്താണെന്ന് പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ട എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം അനാവശ്യമായിട്ട് എന്തിനാണ് ഞാനായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇനിയും പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ ഇന്റർവ്യൂസിൽ ഈ വെളിവും വെള്ളിയാഴ്ച ഇല്ലാണ്ട് ബോധമില്ലായ്മ, വിവരമില്ലായ്മ, ഒളിപ്പില്ലായ്മ ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും 2 വാക്ക് പറയാം. എന്റെ മോനെ, നിനക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു 16ാമത്തെ ദിവസം ഞാൻ ആ ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് കൺഫറൻസ് റൂമിൽ കിടന്ന് കരഞ്ഞപ്പോഴത്തേക്ക് അറിയില്ലെങ്കിൽ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നീ തന്നെ കാശ് കൊടുത്ത് ഏർപ്പാടാക്കിയ ആൾക്കാർ എയർപോർട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ മാലയ്ക്ക് എത്ര രൂപയാടാ? കാരണം നീ തന്നെയാണല്ലോ മാലയ്ക്ക് കാശ് കൊടുത്ത് മാല വെപ്പിക്കുന്നു, കിരീടം വെപ്പിക്കുന്നു. എനിവേ സംഭവമൊക്കെ കൊള്ളാം. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് നിനക്ക് കൃത്യമായിട്ട് അറിയാം എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ് 10-28ഓളം ദിവസം ഞാൻ മാറി നിൽക്കുന്നു, ഹൗസിലേക്ക് തിരികെ എത്തുന്നു. അപ്പൊ ഈ സമയത്ത് നിനക്ക് ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ, മര്യാദയുടെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ, നീ എന്നെ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, എന്നോട് നീ മാന്യമായിട്ട് ക്ഷമയും പറയണ്ട. എന്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ അറിയാണ്ട് ചെയ്തു പോയതാണെന്ന് ഒരു വാക്ക് അവരോട് പറയാം. എന്റെ മോനെ, നീ അത് ചെയ്തോ? എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുണുവാവ അതങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്റെ ഫ്രണ്ട്സിനെ കുറിച്ചും, അല്ലെങ്കിൽ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആരുടെയൊക്കെ കോൺടാക്ട് ആണ് കൊടുത്തിരിക്കുന്നത്, ആ ഫ്രണ്ട്സിനെ കുറിച്ചും ഈ കുണുവാവക്ക് നന്നായിട്ട് അറിയാം. അവരെയും കോൺടാക്ട് ചെയ്തിട്ടില്ല. പിന്നെ 100 ദിവസം കഴിഞ്ഞ് ഞാൻ ഹൗസിൽ നിന്ന് ഒരു 92ാം ദിവസം പുറത്തിറങ്ങുന്നു, ഫിനാലെ എല്ലാം കഴിയുന്നു, നിന്നെ അവിടേക്ക് വിളിച്ചിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആരെയോ ബോധ്യപ്പെടുത്താനെന്ന രീതിയിൽ ഈ പൊറോട്ട് നാടകം, ഉളുപ്പില്ലാത്ത ഈ സോറി പറച്ചില് നീ നടത്തുമ്പോഴത്തേക്കും അതിനങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിന്നെ പോലെ മണ്ടനായി പോലടാ. അതുകൊണ്ട് എനിക്ക് എന്തായാലും കുണുവാവയുടെ ആ സോറി അത് വേണ്ട. നീ ഏതൊരു മാൻഷനൊക്കെ പണിതിട്ടുണ്ടല്ലേ പറഞ്ഞിരിക്കുന്നത്. ആ മാൻഷൻ അതെന്തോ ചുറ്റും ഗ്ലാസ് ഉള്ള മറ്റേ നീ കൈ നീട്ടുമ്പോഴത്തേക്കും ടർക്കിയും അല്ലെങ്കിൽ സോപ്പും പതയൊക്കെ വരുന്ന ഒരു മാൻഷൻ ഇല്ലേ, ആ മാൻഷന്റെ അടിയിൽ നീ പറയപ്പെടുന്ന ഈ സോറി എടുത്തങ്ങ് പൂത്തി വെച്ചേക്ക്. പിന്നെ നിന്റെ ഈ കലാപരിപാടി ഒന്നും നിർത്തല്ലേ കേട്ടോ. കിണ്ണ സാധനമാണ്. എനിക്ക് ചിരിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഈ വീഡിയോസ് എടുത്ത് ഞാൻ കാണാറുണ്ട്. സത്യം പറഞ്ഞ എന്റെ കുണുവാവേ, നീ നമ്മുടെ ബിഗ് ബോസിൽ വരേണ്ട ആളൊന്നും അല്ലായിരുന്നു. നീ ശരിക്കും വരേണ്ടത് ഏഷ്യാനെറ്റിന്റെ കോമഡി സ്റ്റാഴ്സിലായിരുന്നു. കാരണം സീരിയസ് ആയിട്ട് ഓരോ കാര്യം കാണിക്കുമ്പോഴത്തേക്കും നിനക്കത് ഭയങ്കര മാസമായിരിക്കും. പക്ഷെ കാണുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് എനിക്കും നല്ല ചിരി വരുന്നുണ്ട്. ഇത്രയും മാസാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ ഈ വിവരക്കേട് കാണിച്ചു വിട്ടാനായിട്ട് ഇന്ന് കേരളത്തിൽ വേറൊരു ആളേ ഇല്ല. എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് സ്വന്തം കാശിന് പൂമാലയും ബൊക്കെയൊക്കെ വാങ്ങിച്ചിടുന്നു. ആൾക്കാരെ ബിരിയാണി കൊടുത്തിട്ടാണോ കാശ് കൊടുത്തിട്ടാണോ ചുറ്റും നിർത്തുന്നു. അതുകൂടാതെ ഏതോ മാളിലൊക്കെ പോകുന്ന സമയത്ത് 5-6 പേരെ ബൗൺസേഴ്സിനെ പോലെ കൂടെ നടത്തിക്കുന്നു. 10 ലക്ഷം രൂപയ്ക്ക് കുപ്പി വിൽക്കാനായിട്ട് ഏർപ്പാടാക്കുന്നു. ഇന്റർവ്യൂവില് ചലഞ്ചേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പിടിച്ചിരുത്തുന്നു. പിന്നെ ഈ പറയപ്പെടുന്ന കുണുവാവയുടെ കൂടെ വരുന്ന ആൾക്കാരായതുകൊണ്ട് എനിക്ക് അതിശയമൊന്നുമില്ല. ഈ പുട്ടുകുത്തിക്കകത്ത് തലച്ചോറ് പുഴുങ്ങാൻ വെച്ച ആൾക്കാരെ ആയിരിക്കും കൊണ്ടിരുത്തുന്നത്. സ്വാഭാവികമായിട്ട് അവരും ഇതിനേക്കാൾ ഗംഭീരമായിട്ട് വിവരക്കേടങ്ങ് വിളിച്ച് കൂവുകയും ചെയ്യും. അതുകൊണ്ട് ഈ വിവരക്കേട് നിർത്തരുത്. പിന്നെ എനിക്ക് പ്രധാനമായിട്ടൊരു അഭ്യർത്ഥന ഉള്ളത്, ഈ വിവരക്കേട് ഈ കുണുവാവക്ക് ആരാണോ പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു മാനേജറോ PA ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ രാജിവെച്ച് പോകരുത്. ഇനിയും ഇതേപോലത്തെ നല്ല നല്ല ഐറ്റംസ് പുറത്തേക്ക് ഇറക്കണം, ഞങ്ങൾക്ക് ചിരിക്കണം. അതുകൊണ്ട് എന്തായാലും മോന്റെ ആ സോറി അങ്ങ് കയ്യിൽ തന്നെ വെച്ചോ. വിവരക്കേടും ബോധമില്ലായ്മയും ഇങ്ങനെ ഈ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നത് കൊണ്ട് അത് ഇനിയും തുടർന്നു പോവുക. പിന്നെ അവിടെ വെച്ച് ചെയ്ത പ്രവർത്തികൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. ആ ഷോയുടെ
ഒരു ഷോയ്ക്ക് എപ്പോഴും പാലിക്കേണ്ട ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിക്ക് അപ്പുറം ഞാനൊരു ഉണ്ടയും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിനെപ്പറ്റി വേണമെങ്കിൽ വിശദമായിട്ട് ഞാൻ പിന്നീട് സംസാരിക്കാം. അപ്പൊ എന്തായാലും മോന്റെ സോറി, ആ സോറി മോനെ എടുത്ത് അങ്ങ് മടക്കി വെച്ചേ കേട്ടാടാ കുണുവാവ കുട്ട. അപ്പൊ അതാണ് കില്ലറല്ലേ, മനസ്സിലായില്ലേ? കുണുവാവ, നമ്മുടെ സിജോയുടെ ഭാഷയിൽ പറഞ്ഞ കുണുവാവ എന്താണ് റോക്കി നമ്മളെ അഭിസംബോധന ചെയ്യുന്നത് നമ്മുടെ സിജോ. അപ്പൊ അതാണ് കില്ലറല്ലേ, മനസ്സിലായില്ലേ? ഫുൾ ലൂക്ക് എന്ന് വെച്ചാൽ എന്തിനായിട്ട് സോറി പറഞ്ഞത്? സോറി സംഭവം അതാണ് തോന്നുന്നില്ല. ബിഗ് ബോസ് സീസൺ 6 മറ്റേ എന്തോ പ്രശ്നമൊക്കെ ആയപ്പോൾ അതിന്റെ സോറിയാണ് തോന്നുന്നു. എനിക്കറിയില്ല കില്ലറല്ല. ഇനി ബിഗ് ബോസ് ഞാൻ പറഞ്ഞില്ല, ബിഗ് ബോസ് ഞാൻ കാണാറില്ല, സത്യം പറയാലോ. എനിക്ക് അത് കണ്ട് സമയങ്ങളെ വയ്യ സത്യമായിട്ട്. അപ്പോൾ അതാണ് കില്ലറല്ല. അപ്പോൾ സിജോ അടക്കം ഊക്കി തുടങ്ങി. പണ്ട് കാലം ആരാണെങ്കിൽ ഊക്കി കില്ലർ, ഇങ്ങനെയൊക്കെ നടന്നാൽ പിന്നെ ആരും ഊക്കാതിരിക്കുമോ? എന്ത് ചോദിച്ചാൽ ഫുള്ള് സ്വന്തം പൈസയ്ക്ക് ആൾക്കാർ ചെയ്യുക, എന്താണ് മറ്റേ ഫാൻസ് പോലെ നിർത്തുക, ഇന്റർവ്യൂസ് നടത്തുക, അത് ഇതൊക്കെ പറഞ്ഞിട്ട് എന്തോന്നല്ല ഇത് കാര്യമില്ല. നമുക്കെന്താ വെച്ചാൽ എല്ലാ ആൾക്കാരും ഡിഫറൻ്റ് ആണല്ലോ. അതുപോലെ ഇങ്ങനെ ഒരു റോക്കി നമുക്ക് വേണം. KGF ആ റോക്കി വേറെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെ റോക്കി നമുക്ക് എന്തായാലും വേണം. എന്നാലും നമുക്കൊരു എന്റർടൈൻമെന്റ് ഉള്ളൂ, മനസ്സിലായില്ലേ? എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ ഇല്ലല്ലേ. അപ്പൊ ഇത് നമ്മുടെ സിജോ ആ ന്യൂസിൽ നടക്കുന്ന പരിപാടി ഉണ്ട് ഇല്ലല്ലേ. മുൻഷിയനാണോ മുൻഷിയോ വേറെ എന്താണോ അതേപോലെ നിങ്ങൾക്ക് ഫീൽ ആയെന്ന് എനിക്കറിയില്ല, അതേപോലെ തോന്നിയെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആ ന്യൂസ് വായിക്കണം അതേ ഒരു ഫ്ലോയിൽ അങ്ങനെ പോകണ പോലെ തോന്നി, എനിക്ക് തോന്നിയിട്ടില്ലേ. അപ്പൊ അതാണ് എന്തായാലും അത്ര ഉള്ളൂ ഇല്ലാട്ടല്ലേ, വേറെ ഒന്നും പറയാനില്ല. അത് സിജോന്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നതാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഇനിയിപ്പോൾ നോക്കട്ടെ റോക്കിയുടെ വീഡിയോ വരുമെന്ന് അറിയില്ല. ഇനി സിജോ എന്തായാലും ഇനി ഒരു വീഡിയോ ഇറക്കും. അപ്പൊ നമ്മുടെ ഇത് തുടരട്ടെ, റോക്കിയുടെ ഇത് തുടരട്ടെ, നമ്മൾ കാണാം, നമുക്ക് എന്റർടൈൻമെന്റ് ആണല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ.